ചേട്ടൻ എന്താ ഫൗണ്ടൻ പൂൾ അങ്ങാണ്ട് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവന്മാരിതെല്ലാം കൂടെ ടോയ് ഇട്ട് നിറയ്ക്കോ ഇതിനകത്ത്. ഉള്ള ടൈലും മൊത്തം പൊട്ടിച്ച്. ഉണ്ണി നീ അതെല്ലാം പെറക്കി മര്യാദയ്ക്ക് ആ ബക്കറ്റിനകത്തോട്ടം കാണാൻ വെക്ക്. എന്തിനാ ഇങ്ങനെ വാരി കൂട്ടി ഇട്ടേക്കുന്നതില്? പെറക്കി വെച്ച് എല്ലാം എടുത്ത് വെച്ചേ വൃത്തിയാക്കി ഇടണം കേട്ടോ. ആ വെക്കാം അമ്മേ. ചെയ്യാന്ന് പറഞ്ഞാ പോരാ, അത് ചെയ്യണം കേട്ടോ. ഉണ്ണി നീ ഈ ടി വി കണ്ടോണ്ടിരിക്കാതെ ആ കുഞ്ഞിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് പോയി കളിക്കും. ഉണ്ണി എത്ര നേരം ഇരുന്ന് ടി വി കാണുവാ? അമ്മ ഞാൻ ചെറിയ കുഞ്ഞല്ലേ അമ്മേ, അവനോട് ഞാൻ എന്തോ കളിക്കാനാ? അത് ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാറിയത്തില്ലല്ലോ, ഇതെന്തോ ചെയ്യാനാ? മതി ഉണ്ണി, ടി വി കണ്ടത് മതി. നിനക്ക് നാളെ പരീക്ഷയാണോ? ആനുവൽ എക്സാം ആണെന്ന് ഓർമ്മയുണ്ടോ? പഠിച്ചേ മതി കണ്ടത്. ഓടുന്നു പഠിച്ചേ പഠിച്ചേ കണ്ടു പോരുത്. ഇവിടെ ടി വിയുടെ മുന്നിലുണ്ടോ? നീ ഒരു 1.5 മണിക്കൂറായാൽ നിന്നെ പുറത്തോട്ട് കണ്ടുപോകരുത്. A few moments later. പരിപാടി വൃത്തിയാക്കുവാന്നോ? നേരത്തെ ടി വി കണ്ടോണ്ടിരുന്നപ്പോ വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അനക്കമില്ലായിരുന്നല്ലോ. ഇപ്പൊ പഠിക്കാൻ പറഞ്ഞപ്പോഴാണ് വൃത്തിയാക്കൽ വന്നേ. വൃത്തിയാക്കിക്കൂടെ? 1.5 മണിക്കൂർ കഴിഞ്ഞ് നിന്നെ റൂമിൽ നിന്ന് പുറത്തു കാണാമെന്ന് പറഞ്ഞായിരുന്നോ? പഠിക്കാതിരിക്കാ എന്തെല്ലാം അടവുകളാ. നമുക്ക് JCB വന്നു വരാൻ. കൊച്ചുങ്ങളുടെ കൂടെ കളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട്, ഫുട്ബോളൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇരുന്ന് കളിക്കുവാണോ? എടാ എങ്ങനാടാ നിന്നെയും കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നത്? പഠിക്കാൻ പറയുമ്പോ മാത്രം. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയനല്ലേ കളിക്കണ്ടേ അവൻ്റെ കൂടെ? അച്ഛമ്മ മേളിൽ പോയി കരിവേപ്പില എടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? വേണ്ട മോനെ, ഉച്ചയ്ക്ക് ഞാൻ പോയി എടുത്തായിരുന്നു. ഉണ്ണി അതും ചീറ്റി. ഉണ്ണി നീ എങ്കിലും പോയി അങ്ങ് പഠിക്കുക കേട്ടോ. ചീറ്റി അതും ചീറ്റി. ഓക്കെ, ഇനി എന്തെല്ലാം ഉടായ്പകൾ വരുമെന്നറിയാവോ? അമ്മേ ബാത്റൂമിൽ പോവാണേ. ആ ആ ആ അമ്മേ വിശക്കുന്ന ചോറുതാ. ആ അമ്മേ ദാഹിക്കുന്ന ഇച്ചിരി വെള്ളം അമ്മേ. ഇങ്ങനെ പലതും വരുമ്പോ പഠിച്ച് 1.5 മണിക്കൂർ തീർക്കാൻ വേണ്ടി എന്തെല്ലാം അടവുകൾ വരും ഇനി.